ഹലോ എവറി വൺ വെൽക്കം ബാക്ക്. ദിസ് ഇസ് മുഹമ്മദ് ഷാജു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൺറൈസ് ഓൺ ദ ഹിൽസ് എന്നുള്ള പോം വെച്ചിട്ടാണ്. ഓക്കെ, പോംസ് നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ 5th യൂണിറ്റിലെയും 4th യൂണിറ്റിലൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3rd യൂണിറ്റിലാണ്. ഈ പോംസ് ഞാൻ പറഞ്ഞത് നമ്മളെ 10th സ്റ്റാൻഡേർഡിലത് പോലെയൊന്നുമില്ല, കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് മാർക്സ് വരുന്ന ഒരു 80 മാർക്കിൽ 20 മാർക്കോളം നമുക്ക് പോം ചോദിക്കാറുണ്ട്. കഴിഞ്ഞ 2023 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ, പബ്ലിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ 18 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ പോം ഏരിയയിൽ നിന്നും വന്നിട്ടുള്ളത്. സോ ഇതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനും അതുപോലെ തന്നെ മാർക്സിനെ പറ്റി മാർക്ക് ഡിവിഷനൊക്കെ പറയാനും എല്ലാ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനും എല്ലാ പോയംസ് ഡിസ്കസ് ചെയ്യാനും ഗ്രാമർ അതുപോലെ ഡിസ്കോഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യാനും വേണ്ടിയിട്ട് ഇന്ന് രാത്രി 7 മണിക്ക് നമ്മൾ എന്ത് വരുന്നുണ്ട്, ലൈവ് വരുന്നുണ്ട്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ആ ലൈവ് മിസ്സാവരുത്. ഇനി നമ്മുടെ ഈ ഒരു പോയം പെട്ടെന്ന് പഠിച്ചെടുക്കാം. സൺറൈസ് ഓൺ ദ ഹിൽസ്. ഇറ്റ്സ് റിട്ടൺ ബൈ H.W. Longfellow. H.W. Longfellow ആണ് ഈ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന പോയം എഴുതിയിട്ടുള്ളത്. ദ പോയം സൺറൈസ് ഓൺ ദ ഹിൽസ് ഇസ് റിട്ടൺ ബൈ H.W. Longfellow. ഓക്കെ, അങ്ങനെ അപ്പോൾ ഓർത്ത് വെക്കുക, ലോങ് ഫെല്ലോന്നോ എന്തെങ്കിലും ഒരു കാര്യം. സൺറൈസ് ഓൺ ദ ഹിൽസ്, ഇയാളൊരു കുന്നിൻ്റെ മേലെ കയറിയിട്ട് അവിടെ നിന്നും സൺറൈസ് കാണുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഈ പോം എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു പോമാണ്. ഒരു കുന്നിൻ്റെ മേലെ കയറിയിട്ട് അദ്ദേഹം സൺറൈസ് കാണുന്നു, അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് കവിതയായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോങ് ഫെല്ലോ ആണ്. ഓക്കെ, H.W. Longfellow ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇനി എന്താണ്, Longfellow ഡിസ്ക്രൈബ്സ് ദ ഗ്ലോറി ആൻഡ് ബ്യൂട്ടി ഓഫ് നേച്ചർ. Longfellow ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹി ഡിസ്ക്രൈബ്സ്, അദ്ദേഹം വിവരിക്കുകയാണ് എന്ത് ഗ്ലോറി ആൻഡ് ബ്യൂട്ടി, ഇതിൻ്റെ മഹനീയത, ഈ നേച്ചറിൻ്റെ എത്ര ബ്യൂട്ടിഫുൾ ആണത് ഈ ഒരു സൺറൈസിൻ്റെ സമയത്ത്, അതാണ് അദ്ദേഹം ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. ദ പോം കൺസിസ്റ്റ് ഓഫ് 3 stanzas ഓഫ് വാരിയിങ് ലെങ്ത്. പല ലെങ്ത്തിലുള്ള 3 സ്റ്റാൻസാസ് ആണ് പോയത്തിലുള്ളത്. ഓക്കെ, ആദ്യത്തെ സ്റ്റാൻസ കുറച്ച് വലുതാണ്, ഇവിടെ ലാസ്റ്റ് സ്റ്റാൻസ മാത്രമാണ് കുറച്ച് ചെറുതായിട്ടുള്ളത്. അതെന്താണെന്നൊക്കെ നമുക്ക് പറയാം. ദ പോയറ്റ് ഈസ് ഡിലൈറ്റഡ് ബൈ ദ മാഗ്നിഫിഷ്യൻറ്റ് സൈഡ് ഓഫ് നേച്ചർ. നേച്ചറിൻ്റെ ആ അതിമനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടിട്ട് അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷം കൊണ്ടാണ്, ഡിലൈറ്റഡ് ആവുകയാണ് പോയറ്റ് ചെയ്യുന്നത്. ദ പോയറ്റ് സ്റ്റാൻഡിങ് ഓൺ ദ ഹിൽ. പോയറ്റ് എവിടെ നിൽക്കുന്നത്, കുന്നിൻ്റെ മേലെയാണ് നിൽക്കുന്നത്. ദ പോയം സ്റ്റാർട്ട്സ് വിത്ത് ദ സൺറൈസ് എമിഡ്സ് ദ ഹിൽസ്. ആ പോയം സ്റ്റാർട്ട്സ് വിത്ത് ദ സൺറൈസ് എമിഡ്സ് ദ ഹിൽസ്. കുന്നിൻ്റെ ഈ ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് അദ്ദേഹം നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ചുറ്റിലും കാണുന്ന കാഴ്ചകൾ വിവരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ പോയറ്റ് ഒബ്സർവ്സ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ നേച്ചർ വെൻ ദ സൺ റൈസസ്. പോയറ്റ് ഒബ്സർവ് ചെയ്യാണ് എന്ത്, ഈ പ്രകൃതിയിൽ കാണുന്ന മാറ്റങ്ങൾ. ദ പോയറ്റ് ഒബ്സർവ്സ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ നേച്ചർ വെൻ സൺറൈസസ്. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് അദ്ദേഹം ആദ്യം തന്നെ ഒബ്സർവ് ചെയ്യുന്നത്. ദ സ്കൈ ഇസ് ഗ്ലോറിയസ്. ആകാശം നോക്കുമ്പോൾ വളരെ മനോഹരമാവുന്നുണ്ട് ആകാശം, അല്ലേ? നമുക്കറിയാം, രാവിലെയൊക്കെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്താണെങ്കിലും വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണെങ്കിലും എന്തായിരിക്കും, ആ ഒരു ചുവന്ന ശോഭയെല്ലാം നമ്മൾ കാണാറില്ലേ? അപ്പോൾ അതാ പറയുന്നത്, ദ സ്കൈ ഇസ് ഗ്ലോറിയസ് വിത്ത് ദ റേസ് ഓഫ് റൈസിങ് സൺ. ഉദിച്ചുയരുന്ന സൂര്യൻ്റെ പ്രകാശകിരണങ്ങളേറ്റിട്ട് ആകാശം അതിമനോഹരമായിട്ടുണ്ട്. ഓക്കെ, the sun rises, the rising sun makes the glory of the clouds fade. അതുവരെ അവിടെ ഇങ്ങനെ വിലസിയിരുന്ന, അതുവരെ അവിടെ അടിപൊളിയായിട്ട് നിന്നിരുന്ന ക്ലൗഡ്, ആ ക്ലൗഡിൻ്റെ ഗ്ലോറിയെ ഇത് ബാധിച്ചിരിക്കുന്നു, ഫെയ്ഡാക്കിയിരിക്കുന്നു. ക്ലൗഡിൻ്റെ ഗ്ലോറിയെ ഫെയ്ഡാക്കിയിരിക്കുന്നു ആര്? നമ്മുടെ ഉദിച്ചുയരുന്ന ഉദയസൂര്യൻ്റെ കിരണങ്ങൾ. ഓക്കെ, ദ സൺ ഇസ് കമ്പയർഡ് ടു എ വാരിയർ. ഇവിടെ പോയിട്ട് സണ്ണിനെ ഒരു വാരിയറായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്, ഒരു യോദ്ധാവായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ദ വാലി എന്ന് വെച്ചാൽ ആ യോദ്ധാവ് വന്നതോട് കൂടിയിട്ട്, സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നുന്നതാണ്, ഈ യോദ്ധാവ് വന്നതോട് കൂടിയിട്ട് അതുവരെ ഉണ്ടായിരുന്ന ഗ്ലോറിയിൽ നിന്നിരുന്ന ഈ പറയുന്ന മേഘങ്ങളൊക്കെ, മഴമേഘങ്ങളൊക്കെ എന്തായിപ്പോയി, അവരൊരു യുദ്ധത്തിൽ പരാജയപ്പെട്ട ഈ ഭടന്മാരെ പോലെ അല്ലെങ്കിൽ വാരിയേഴ്സിനെ പോലെ മുഖം താഴ്ത്തി, അല്ലെങ്കിൽ അവിടെ മുഖമൊക്കെ ആകെ വിളറിപ്പോയി എന്നാണ് പറയുന്നത്. ദ വാലി റെസ്പോൺസ് ടു ദ റൈസിങ് സൺ ഇൻ എ ലൈവ്ലി മാനർ. അവിടെ കാണുന്ന താഴ്വര, കുന്നിൻ്റെ മേലെ നിന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് താഴ്വര കാണുന്നുണ്ട്. ആ താഴ്വര എല്ലാം വളരെ ലൈവായിട്ടാണ് ഈ ഒരു സൂര്യൻ ഉദിക്കുന്നതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, സൂര്യൻ ഉദിക്കുന്ന സമയത്ത് കിളികളാണെങ്കിലും അല്ലെ, അവിടെയുള്ള നദികളാണെങ്കിലും കാഴ്ചകളാണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിഡൻ്റ് ആയിട്ട് വരും, അല്ലെ? എവിഡൻ്റ് ആയിട്ട് വരും. ഇനിയോ, the water that flows in the river gets darkened by the shade of the forest. അപ്പോൾ അദ്ദേഹം കാണുന്ന മറ്റൊരു കാഴ്ച പറയാണ്, അവിടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദി ഒഴുകുന്നതിൻ്റെ നദിയുടെ വെള്ളം ഒരു ഡാർക്ക് കളറിലാണ് കാണുന്നത്. കാരണം അവിടെയുള്ള മരങ്ങളുടെ നിഴൽ കൊണ്ടാണ്. ഓക്കെ, ഇനിയോ, the idea behind the poem is that nature is the source of inspiration and cure.
ഈ പോയത്തിൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പോയത്തിൽ എന്താണ് അതിൻ്റെ തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പോയറ്റ് ഉദ്ദേശിക്കുന്നതാണ് നേച്ചർ ഇസ് ദ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് ക്യൂർ. നേച്ചർ നമുക്ക് വലിയ ഒരു ഇൻസ്പിറേഷൻ ആണ്. നമ്മൾ പ്രകൃതിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പ്രചോദനം നൽകുന്ന ഒരു സംഭവമാണ് എന്താ ഈ പ്രകൃതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ക്യൂറും കൂടെയാണ്. നമ്മൾ ആകെ ഡെസ്പറേറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ ആകെ നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ എവിടേക്ക് പോകാനാണ് പോയിട്ട് പറയുന്നത്? നിങ്ങൾ നേരെ എവിടേക്ക് പോകണം? പ്രകൃതിയിലേക്ക് പോകണം, ഒരു കാട്ടിലേക്ക് പോകണം. നിങ്ങൾക്ക് അവിടെ ആശ്വാസമുണ്ട്. ഓക്കെ, ഇറ്റ് ക്യാൻ ഹീൽ ദ വൂണ്ട് ഓഫ് ഹാർട്ട് ആൻഡ് മൈൻഡ്. നമ്മുടെ ഹൃദയത്തിനേറ്റവും അതുപോലെ മനസ്സിനേറ്റതുമായ മുറിവുകൾക്കൊക്കെ പരിഹാരമുണ്ട് അവിടെ. The poem is full of visual, auditory and kinesthetic imagery. Kinesthetic imagery എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന ഇമേജറികളും അതുപോലെ തന്നെ ഓഡിറ്ററി കേൾക്കുന്നതും കാണുന്നതുമായ ഇമേജറികൾ കൊണ്ടൊക്കെ ധന്യമാണ് ഈ പോം. The poem is rich in imagery and musicality. Poem is rich in imagery and musicality. Musicality ഉണ്ട്. ഇനി ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പോയറ്റിക് ഡിവൈസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പോയറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ഞാൻ പറഞ്ഞു പോയറ്റ് ആദ്യം തന്നെ ഒരു കുന്നിൻ്റെ മേലെ കയറുന്നു. അദ്ദേഹം കാണുന്ന കുറേ കാഴ്ചകൾ മാത്രമാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, താഴ്വരകളിലേക്ക് നോക്കുന്നു, അവിടെ കാണുന്ന കാഴ്ചകൾ, ഇവിടെ കാണുന്ന കാഴ്ചകൾ, സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് മേഘങ്ങൾക്ക് സംഭവിക്കുന്നത്, ഇതെല്ലാം മാത്രമാണ് അദ്ദേഹം പറയുന്നത്. അവസാനം നമ്മളോട് പറയാനുണ്ട്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലാത്ത നിരാശയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രയാസമുണ്ട് ജീവിതത്തിലെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ എവിടേക്ക് പോകണം? നിങ്ങൾ പ്രകൃതിയിലേക്ക് പോവുക, നിങ്ങൾ വന്യമായ കാടുകളിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് അതിനുള്ള ക്യൂർ ഉണ്ട്, നിങ്ങളെ ഹീൽ ചെയ്യാൻ അത് മതി എന്നാണ് പോയിട്ട് പറയുന്നത്. അത്രയേ ഉള്ളൂ. ആ കുഞ്ഞു പാരഗ്രാഫാണ്, ആ സ്റ്റാൻസയാണ് പറഞ്ഞ ഈ ഒരു ലാസ്റ്റ് സ്റ്റാൻസ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ പറയുന്ന ക്യൂറിനെ കുറിച്ചിട്ടും അദ്ദേഹം നമ്മൾ അതിനെ എങ്ങനെ ഇൻസ്പയർഡ് ആവണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പോയറ്റിക് ഡിവൈസസ്. ഐ സ്റ്റുഡ് അപ്പോൺ ദ ഹിൽസ് വെൻ ദ ഹെവൻസ് വൈഡ് ആർച്ച് എന്ന് പറയുന്ന ആ ഒരു ലൈൻ എന്തിന് എക്സാമ്പിളാണ്? മെറ്റഫറാണ് അല്ലേ, മെറ്റഫറാണ്. ഐ സ്റ്റുഡ് അപ്പോൺ ദ ഹെവൻസ് വൈഡ് ആർച്ച് എന്ന് പറയുന്നതാണ് മെറ്റഫറായിട്ട് പറയുന്നത്. ഓക്കെ, ഹെവൻസ് വൈഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ചക്രവാളം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചക്രവാളം എന്ന് അറിയുമോ നിങ്ങൾക്ക്? നമ്മുടെ ഹൊറൈസൺ എന്ന് പറയും. ഓക്കെ, അതാണ് ഇവിടെ ഹെവൻസ് വൈഡ് ആർച്ച് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അതിനെ നമുക്ക് എന്താ പറയാം? മെറ്റഫർ എന്ന് പറയാം. ആൻഡ് വുഡ്സ് വേർ ബ്രൈറ്റൻഡ് ആൻഡ് സോഫ്റ്റ് ഗെയിൽസ്. സോഫ്റ്റ് ഗെയിൽസ് എന്ന് പറയുമ്പോൾ ഓക്സിമറോൺ ആണ്. ഓക്സിമറോൺ എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരിക, രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, വൈരുദ്ധ്യമായിട്ടുള്ള കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരിക. ഓക്കെ, ടെറിബിൾ ബ്യൂട്ടി ഇസ് എൻ എക്സാമ്പിൾ. ടെറിബിൾ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ, ടെറിബിൾ എന്ന് പറഞ്ഞാൽ ഭയം ജനിപ്പിക്കുന്നതാണ് അല്ലേ. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതിന് നേരെ വിപരീതമാണ്. ഭയം ജനിപ്പിക്കുന്ന സൗന്ദര്യം, ടെറിബിൾ ബ്യൂട്ടി അല്ലെങ്കിൽ ഭയങ്കര സൗന്ദര്യം എന്നൊക്കെ പറയില്ലേ, അതിനെ നമുക്ക് ഓക്സിമറോൺ എന്ന് പറയാം. അതുപോലെ സോഫ്റ്റ് ഗെയിൽ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ്, അത് ഒരു ഓക്സിമറോൺ എക്സാമ്പിൾ ആണ്. ദെൻ ആൻഡ് ഇറ്റ് ഇസ് ഇൻ ദെയർ ഫെയ്ഡിങ് ഗ്ലോറി. ഫെയ്ഡിങ് ഗ്ലോറി എന്ന് പറഞ്ഞാലും അതെന്തെയാണ്? ഗ്ലോറി, അത് ഓപ്പോസിറ്റ് അല്ലേ. ഗ്ലോറിഫൈ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഫെയ്ഡ് ആവാന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് മീൻസ് കോൺട്രാസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഫെയ്ഡ് ഗ്ലോറി എന്ന് പറയുന്നതും അത് എന്താണ്? ഓക്സിമറോൺ ആണ്. ലൈക്ക് എ ഹോസ്റ്റ് ഇൻ ദ ബാറ്റിൽസ് ഓവർത്രോൺ എന്ന് പറയുന്നത് ലൈക്ക് ഉപയോഗിച്ചതുകൊണ്ട് ഒരു ഉപമ നമുക്ക് സിമിലി എന്ന് പറയാം. നെക്സ്റ്റ്, ഐ ഹേർഡ് ദ ഡിസ്റ്റന്റ് വാട്ടേഴ്സ് ഡാഷ് എന്ന് പറയുന്നതും ഫ്ലാഷ് എന്ന് പറയുന്നതും ഒക്കെ ഓണോമെറ്റോപ്പിയാണ്. ഓണോമെറ്റോപ്പിയ എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൻ്റെ അർത്ഥവും അതിൻ്റെ ഉച്ചാരണവും തമ്മിലൊരു ബന്ധം ഉണ്ടാവുക. ഡാഷ്, സ്പ്ലാഷ്, ഡിപ്പ് എന്നൊക്കെ പറയുമ്പോൾ, ക്രാക്ക് അല്ലെങ്കിൽ എന്താ പറയുക, ജിംഗ്ലിങ് എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, ക്ലിങ്ങിങ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ശബ്ദവുമായിട്ട് അതിൻ്റെ മീനിങ് ഒരു ബന്ധം വരുന്നുണ്ട്. അതിനെ നമ്മൾ ഓണോമെറ്റോപ്പിയ എന്ന് പറയാം. ഓർമ്മയിലുണ്ടെങ്കിൽ എഴുതിയാൽ മതി. സിമിലി, ഓക്സിമറോൺ, മെറ്റഫർ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് പോത്തിൻ്റെ മെസ്സേജ് എന്താ നമുക്ക് നോക്കാം. ഇഫ് യു ആർ വാട്ട് ഇസ് ദ മെസ്സേജ് ഓഫ് ദ പോം? If you are tired and troubled with problems, go to the forest and hills. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ കാട്ടിലേക്ക് പോവുക അല്ലെങ്കിൽ കുന്നിൻ്റെ മേലേക്കൊക്കെ പോവുക. You will forget all your problems and your mind will be filled with optimism. നിങ്ങളുടെ മനസ്സിൽ നല്ല സമാധാനം ഉണ്ടാവും, നിങ്ങൾക്ക് മനസ്സിൽ നല്ല ശുഭാപ്തി വിശ്വാസം ഉണ്ടാവും. അതാണ് ശുഭാപ്തി വിശ്വാസത്തിനാണ്. ഓക്കെ, പോസിറ്റിവിറ്റിയാണ് നമ്മൾ ഒപ്റ്റിമിസം എന്ന് പറയുക. ദിസ് ഇസ് ദ മെസ്സേജ് ദാറ്റ് ദ പോയറ്റ് കൺവേസ്. ആ മെസ്സേജാണ് പോയറ്റ് കൺവേ ചെയ്യുന്നത്. ഇനി ഈ പോയറ്റിനകത്ത് നമുക്ക് അപ്രീസിയേഷൻ ചോദിച്ചാലോ അല്ലെങ്കിൽ ലൈൻസ് വന്നിട്ട് ചോദിച്ചാലോ ഒക്കെ നിങ്ങൾ എഴുതൂലേ, സെറ്റാക്കൂലേ? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നമ്മളുടെ എന്താ പറയുക അപ്രീസിയേഷൻ ആണെങ്കിലും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചാപ്റ്റർ മാത്രമല്ല എല്ലാ പോയിന്റ്സും അതുപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ ഡിസ്കോഴ്സസും എല്ലാ ഗ്രാമറും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെയല്ല ഇന്ന് നമ്മൾ ലൈവിൽ എന്ത് ചെയ്യുന്നുണ്ട്, 7 മണിയുടെ ലൈവിൽ വരുന്നുണ്ട്. സോ ഡോണ്ട് മിസ് ഇറ്റ്. അതാരും മിസ്സാക്കരുത്. ഓക്കെ, താങ്ക് യു.